തെലങ്കാന കുതിരക്കച്ചവട കേസിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായില്ല. 2 തവണ ഹാജരാകാൻ നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും അറസ്റ്റ് ഭയന്ന് ഒളിവിൽ കഴിയുകയാണ്. എന്നാൽ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അതേസമയം ഈ മാസം 13 വരെ അറസ്റ്റ് പാടില്ലെന്ന തെലങ്കാന ഹൈക്കോടതി സ്റ്റേ ഉണ്ടെങ്കിലും ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾക്ക് തടസ്സമില്ല. തെലങ്കാന കുതിരക്കച്ചവട കേസിൽ പ്രതിയായ തുഷാറിന് പിന്നാലെ തന്നെയുണ്ട് അന്വേഷണ സംഘം. കേസിൽ തുഷാറിന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ കുരുക്ക് മുറുക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീട്ടിലെത്തി നോട്ടീസ് നൽകിയത്. ഇതോടെ ഇനി രക്ഷയില്ലെന്ന് തിരിച്ചറിഞ്ഞ തുഷാർ മുടന്തൻ ന്യായങ്ങൾ നിരത്തി അറസ്റ്റിൽ നിന്ന് തലയൂരുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. 2 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിരുന്ന തുഷാർ മുങ്ങി നടക്കുകയായിരുന്നു. ചൊവ്വയോ ബുധനോ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. ഹാജരാകാൻ തയ്യാറാകാതെ അനാരോഗ്യ വിവരങ്ങൾ ചൂണ്ടിക്കാണിച്ച് കണിച്ചുകുളങ്ങരയിലെ വീട്ടിൽ കഴിയുകയാണെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇപ്രാവശ്യവും അന്വേഷണ സംഘത്തോട് സഹകരിക്കാതിരിക്കുന്ന തുഷാറിന് കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച തുഷാറിന് അറസ്റ്റിൽ നിന്നും താൽക്കാലിക ആശ്വാസം ലഭിച്ചുവെങ്കിലും ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾക്ക് അത് തടസ്സമാകില്ല. തുഷാറാണ് സർക്കാരിനെ അട്ടിമറിക്കാൻ മുഖ്യ സൂത്രധാരനായതെന്ന തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു തെളിവ് സഹിതം വ്യക്തമാക്കിയിരുന്നു. MLA-മാർക്ക് പണം നൽകി കൂറുമാറ്റാൻ ശ്രമിച്ചതിന്റെ വീഡിയോ റെക്കോർഡിംഗ് തെളിവുകളടക്കം പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെത്തിയ അന്വേഷണ സംഘം പലയിടങ്ങളിലായി തെളിവെടുപ്പ് നടത്തുകയും സുപ്രധാന വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്.